അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതീദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബി വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, സൂറത്തുൻ നൂർ അവസാനിക്കാൻ പോവുകയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ ഈ സൂറത്തിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم صدق الله العظيم. ഇനി നമുക്ക് പറയാനുള്ള ആയത്തിൽ അല്ലാഹു തആല വിവരിക്കുന്നത് മുനാഫിക്കീങ്ങളുടെ കാപട്യം അല്ലാഹു തആല വെളിപ്പെടുത്തുകയാണ്. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ആരാണ് കപട വിശ്വാസികൾ എന്ന് അല്ലാഹു തആല വെളിവാക്കുകയാണ്. മുനാഫിക്കീങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ കാപട്യം വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ജുമുഅക്ക്, ജമാഅത്തിന്, അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലൊക്കെ അവർ പങ്കെടുക്കും, മുഖം കാണിക്കും. യുദ്ധത്തിന് പോവാൻ ഒരുങ്ങുമ്പോഴൊക്കെ അവരൊക്കെ വരും. അങ്ങനെ ജനങ്ങളുടെ അടിയിൽ കൂടെയൊക്കെ നടന്ന് അവരുടെ സാന്നിധ്യം അറിയിച്ച് അവരെ തൊട്ട് ജനങ്ങൾ സ്വഹാബത്ത് അശ്രദ്ധവാന്മാരായിട്ടുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവര് മെല്ലെ അങ്ങ് അവിടുന്ന് ഒഴിവാവും. നമ്മൾ നൈസിൽ മുങ്ങ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മെല്ലെ അങ്ങ് തടിയെടുക്കും, നൈസായിട്ട് മുങ്ങും. ഇവരുടെ ഈ ഒരു രീതി, ഈ പ്രവണതയെ അല്ലാഹു തആല എതിർത്തുകൊണ്ട് അവരൊന്നും മുഅ്മിനീങ്ങളല്ല എന്ന് പറയുകയാണ് അല്ലാഹു തആല. ഇന്നമൽ മുഅ്മിനൂന, യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത് അല്ലദീന, യാതൊരുത്തരാണ്. എങ്ങനത്തെ ഒരുത്തര്? ആമനു ബില്ലാഹി വറസൂലി, അവർ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ തിരുദൂതരെ കൊണ്ടും അവർ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കൊണ്ടും തിരുദൂതരെ കൊണ്ടും വിശ്വസിച്ചവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. വൈദാക്കാനു, ആ മുഅ്മിനീങ്ങളായാൽ, മഅഹു ഐ റസൂലി, നബി തങ്ങളോട് കൂടെയായാൽ, അലാ അംദിൻ ജാമിഇൻ, അവരെല്ലാവരെയും സമ്മേളിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലായാൽ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സദസ്സില്, ഒരു സാഹചര്യത്തിലൊക്കെ ഈ മുഅ്മിനീങ്ങൾ നബി തങ്ങളുടെ കൂടെ ഉണ്ടായാൽ, ഖുതുബത്തിൽ ജുമുഅ ഖുതുബ, ജമാഅത്തുകള്, യുദ്ധവേളകള്, പെരുന്നാളുകള്, ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേളകളിൽ മുഅ്മിനീങ്ങൾ നബി തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലം യദ്ഹബു, ആ മുഅ്മിനീകൾ പിരിഞ്ഞു പോവുകയില്ല. ലി ഉദ്രി ലഹും, അവർക്ക് എന്തെങ്കിലും ഉദ്റുകളും ന്യായങ്ങളും എക്സ്ക്യൂസുകളും പുതുതായി വെളിപ്പെട്ടാലും അതിന്റെ പേരിൽ അവർ പോവില്ല. ഹത്താ യസ്തഅ്ദിനൂഹു, അവർ നബി തങ്ങളോട് സമ്മതം ചോദിക്കുന്നത് വരെ പോവില്ല. പോവേണ്ട വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നബി തങ്ങളോട് ചോദിച്ചിട്ടേ പോവുള്ളൂ, നൈസായിട്ട് മുങ്ങൂല. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, നബിയെ അങ്ങോട് സമ്മതം ചോദിക്കുന്ന ആളുകൾ, ഉലൈക, നിശ്ചയം അവര്, യുഅ്മിനൂന ബില്ലാഹി വറസൂലി, അവർ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ്. നബിയെ അങ്ങോട്ട് സമ്മതം ചോദിക്കുന്ന ആളുകള് അങ്ങേ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും വിശ്വസിച്ചവരാണ്. ഫൈദസ്തഅ്ദനൂക,
അവർ അങ്ങയോട് സമ്മതം ചോദിക്കുകയാണെങ്കിൽ ലിബഅലി ശഅ്നിഹിം ഐ അംരിഹിം, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് പോവാൻ സമ്മതം ചോദിക്കുകയാണെങ്കിൽ, സദസ്സിൽ നിന്നും പിരിഞ്ഞു പോവാൻ സമ്മതം ചോദിക്കുകയാണെങ്കിൽ ഫഅ്ദൻ ലിമൻ ശിഅ്ത മിൻഹും, ഫഅ്ദൻ അങ്ങേക്ക് സമ്മതം കൊടുക്കാം, അങ്ങ് സമ്മതം കൊടുക്കണം, ലിമൻ ശിഅ്ത മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്നും അങ്ങ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്മതം കൊടുക്കുക, ബിൽ ഇൻസിറാഫി ആ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോവാൻ സമ്മതം കൊടുക്കണം. നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്മതം കൊടുക്കേണ്ടതുള്ളൂ. സമ്മതം കൊടുക്കണ്ട എന്ന് നബി തങ്ങൾ തീരുമാനിച്ച ആളുകൾക്ക് സമ്മതം കൊടുക്കാതിരിക്കുകയും ചെയ്യാം. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, എന്നിട്ട് അങ്ങ് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇവർക്ക് കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് പോയതാണല്ലോ, അതുകൊണ്ട് അള്ളാഹു തആലയോട് പൊറുക്കലിനെ തേടിയിട്ട് അവരെ ശിക്ഷിക്കരുത് എന്ന് പറയണം. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊന്നുമില്ല. എങ്കിലും നബി തങ്ങളുടെ സദസ്സാവുമ്പോൾ എന്ത് കാരണങ്ങളുണ്ടെങ്കിലും പോവാതെ പിടിച്ചു നിൽക്കലാണ് അതിന്റെ അവിടെ ആദരവ്. നബി തങ്ങളുടെ സ്ഥാനത്തോട് യോജിക്കുന്ന സമീപനം അങ്ങനെയാണല്ലോ. അത് ചെയ്യാത്തതിന്റെ പേരിൽ ഇസ്തിഗ്ഫാർ നടത്തുക, അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വല്ലാതെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. റഹീമുൻ, മുഅ്മിനീങ്ങളോട് വലിയ ദയ കാണിക്കുന്നവനാണ്, റഹ്മത്ത് കാണിക്കുന്നവനാണ്, കൃപ കാണിക്കുന്നവനാണ്. അള്ളാഹു തആലയുടെ ഈ സിഫത്തുകൾ, ഈ വിശേഷണങ്ങൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതിലൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു തആല വലിയ ദയാലുവാണ്, വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ്. ഏത് വലിയ തെറ്റാണെങ്കിലും അവന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് നിഷ്കളങ്കമായ പശ്ചാത്താപം നടത്തുകയാണെങ്കിൽ അവൻ പുറത്തു തരും, തീർച്ചയാണ്. ഇനി അല്ലാഹു തആല പറയുന്നു ലാ തജ്അലു, നീ നബി തങ്ങളുമായിട്ടുള്ള, അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇതാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്നാൽ ഈ സ്വഭാവക്കാരല്ലാതെ അങ്ങയോട് സമ്മതമൊന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ അവർ യഥാർത്ഥ വിശ്വാസികളല്ല, ഇവർ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂന എന്ന അല്ലാഹു തആല പ്രയോഗിക്കുന്നത് ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇനി നബി തങ്ങളോടുള്ള സമീപനത്തിൽ, നബി തങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു തആല പറയുന്നു. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅലികും ബഅള. മുഅ്മിനീങ്ങളെ ലാ തജ്അലൂ, അല്ലെങ്കിൽ മനുഷ്യരെ ലാ തജ്അലൂ, നിങ്ങളാക്കരുത് ദുആ അർ-റസൂലി, നബി തങ്ങളെ വിളിക്കലിനെ, ദുആ അർ-റസൂൽ നബി തങ്ങളെ വിളിക്കുക, ബൈനക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ നബി തങ്ങളെ വിളിക്കലിനെ നിങ്ങൾ ആക്കരുത് കദുആഇ ബഅലികും ബഅള, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ ആക്കരുത്. നമ്മളിൽപ്പെട്ട മറ്റൊരുത്തനെ പേരങ്ങ് വിളിക്കലാണല്ലോ, അതുപോലെ നബി തങ്ങളെ വിളിക്കരുത്, അതുപോലെ ആക്കരുത് നബി തങ്ങളെ നിങ്ങൾ വിളിക്കുന്ന വിളി. അതുപോലെ ആക്കൽ എങ്ങനെയാണ്? നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബി തങ്ങളെ വിളിക്കലാക്കൽ എങ്ങനെയാണ്? ബിയാൻ തഖൂലു, നിങ്ങൾ പറയാ യാ മുഹമ്മദ് എന്ന് നിങ്ങൾ പറയാ, ആ രീതിയിൽ നിങ്ങൾ നബി തങ്ങളെ വിളിക്കരുത്. ബൽ, മറിച്ച് ഖൂലു, നിങ്ങൾ പറയുക യാ നബിയല്ലാ, യാ റസൂലല്ലാ എന്നൊക്കെ നിങ്ങൾ പറയാവൂ. ഫീ ലീനിൻ വതവാളുഇൻ വഖഫ്ലി സൗത്ത്, ശബ്ദം താഴ്ത്തിയിട്ട്, വതവാളുഇൻ വിനയത്തോടുകൂടെ, മയത്തോടുകൂടെ, വളരെ വിനയാന്വിതരായിട്ട് പതിഞ്ഞ സ്വരത്തിൽ അങ്ങേറ്റത്തെ ബഹുമാനത്തോടുകൂടെ മാത്രമേ നിങ്ങൾ നബി തങ്ങളെ വിളിക്കാവൂ. യാ നബിയല്ലാ, യാ റസൂലല്ലാ എന്നൊക്കെ വിളിക്കാവൂ, പേര് വിളിക്കുകയും ചെയ്യരുത്. അല്ലാഹു തആല പോലും നബി തങ്ങളെ ഖുർആനിൽ പേര് വിളിച്ചിട്ടില്ലല്ലോ. നബി തങ്ങളുടെ പേര് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തിരുനാമം അല്ലാഹു തആല അഭിസംബോധന ചെയ്തിട്ട് ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്. ഈ രീതിയിലൊക്കെയാണ് അല്ലാഹു തആല പ്രയോഗിക്കുന്നത്. ഖുർആനിൽ മൊത്തമായിട്ട് അല്ലാഹു തആല 4 പ്രാവശ്യമാണ് നബി തങ്ങളുടെ മുഹമ്മദ് എന്ന പേര് പ്രതിപാദിക്കുന്നത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, അവിടെ നബി തങ്ങളെ അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും എന്ന ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിൽ, മുഹമ്മദ് എന്ന പേരിൽ തന്നെ ഒരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിൽ
നബി തങ്ങളുടെ പേര് പറയുന്നത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം. പിന്നെ നേരത്തെ പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു എന്ന ആയത്ത്. ഈ 4 ആയത്തുകളിലാണ് അല്ലാഹു തആല നബി തങ്ങളുടെ പേര് പറയുന്നത്. അത് നബി തങ്ങളെ അഭിസംബോധന ചെയ്യുകയല്ല, നബിയെ വിളിക്കുകയല്ല. നബി തങ്ങൾ അങ്ങനെയാണ്, നബി തങ്ങൾ ഒരാളുടെയും പിതാവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലാഹു തആല നബി തങ്ങളെ അഭിസംബോധന ചെയ്യുന്നിടത്തെല്ലാം യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, ഇങ്ങനെ ബഹുമാനത്തോടു കൂടെയാണ്, പേര് പോലും പറയാതെയാണ് അല്ലാഹു തആല പോലും മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഖുർആനിൽ തന്നെ കാണാം മറ്റു പ്രവാചകന്മാരെ യാ മൂസ, യാ ഇബ്രാഹിം, ഇങ്ങനെ മറ്റു പ്രവാചകന്മാരെ യാ നൂഹു ബിതു മിന്ന ബിസലാമിൻ മിന്ന, യാ നൂഹു നബിയെ, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന മാ ഫി തിൽക ബിയമീനിക യാ മൂസ, ഇങ്ങനെ യാ മൂസ, യാ ആദം, യാ നൂഹു, ഇങ്ങനെയാണ് അല്ലാഹു തആല മറ്റു പ്രവാചകന്മാരെ പേര് വിളിച്ചിട്ട് തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായി അല്ലാഹു തആല പോലും നബി തങ്ങളെ പേരുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ത്വര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ പരസ്പരം നിങ്ങളെ പേര് വിളിക്കുന്നത് പോലെ, അഭിസംബോധന ചെയ്യുന്നത് പോലെ നബി തങ്ങളെ നിങ്ങൾ വിളിക്കരുത്. വല്ല വിശേഷണങ്ങളെ മാത്രമേ ഉപയോഗിക്കാവൂ. അത് തന്നെ വളരെ ബഹുമാനത്തോടുകൂടെ മയത്തോടുകൂടെയായിരിക്കണം. ഇത് വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെ. ഹുജറ ഷരീഫയിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത സമയത്തൊക്കെ നബിത്തങ്ങളെ സ്വന്തം നാട്ടിലിരുന്നിട്ട് നബിത്തങ്ങളെ വിളിക്കുകയാണ് അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ മയത്തോടുകൂടെ ബഹുമാനാദരവോടു കൂടിയായിരിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്ന തഫ്സീർ. ഇവിടെ ദുആ അർ റസൂലി, നബി തങ്ങളെ വിളിക്കലിനെ നിങ്ങളാക്കരുത്. അവൻ നബി തങ്ങൾ മഫ്ഊല്, ദുആ എന്ന ദുആൻ വിളിക്കുക, ദുആ മസ്ദറാണ്, മസ്ദറിനെ മഫ്ഊലിലേക്ക് ഇളാഫത്ത് ചെയ്തു. എന്നാൽ ഇവിടെ ഫായിലാണ് അർ റസൂൽ, ഫായിലേക്കുള്ള ഇളാഫത്താണ് എന്ന് തഫ്സീർ പറഞ്ഞ മുഫസ്സിരീങ്ങളും ഉണ്ട്. അങ്ങനെയും ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ലാ തജലു, നിങ്ങളാക്കരുത്, ദുആ അർ റസൂലി, നബി തങ്ങൾ വിളിക്കുന്നതിനെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെയാക്കരുത്. അപ്പൊ നബി തങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, അബൂബക്കറെ ഉമറെ എന്ന് നബി തങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ അത് കേൾക്കാതെ പോവുക, കേട്ടതുപോലെ കേൾക്കാത്ത പോലെ നടിക്കുക, അല്ലെങ്കിൽ കേട്ടാലും പെട്ടെന്ന് ഉത്തരം ചെയ്യാതെ താമസിപ്പിക്കുക, ഇതൊക്കെ നിങ്ങൾ പരസ്പരം വിളിക്കുമ്പോൾ നടക്കുന്ന പരിപാടികളാണ്. അതുപോലെ നബി തങ്ങളുടെ ക്ഷണത്തെ, നബി തങ്ങളുടെ വിളിയെ നിങ്ങളാക്കരുത്. നബി തങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് മറുപടി കൊടുക്കണം. നിസ്കാരത്തിലാണെങ്കിൽ പോലും നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകണം. ഇതാണ് നിയമം. ഇങ്ങനെ ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ ദുആ എന്നതിന് വിളി എന്നർത്ഥമല്ല, പ്രാർത്ഥന എന്നർത്ഥം. ദഅയൂന് ധാരാളം അർത്ഥമുണ്ട്. വിളിക്കുക, ക്ഷണിക്കുക, പ്രാർത്ഥിക്കുക, ഇബാദത്ത് എടുക്കുക, അങ്ങനെ പല അർത്ഥമുണ്ട്. പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിന് ലാ തജഅലു ദുആ അർ റസൂലി ബൈനക്കും, നിങ്ങൾക്കിടയിൽ നബി തങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നത് പോലെയായി കാണരുത്. നിങ്ങൾ മറ്റൊരുത്തിന് വേണ്ടിയിട്ടോ അവനിക്ക് എതിരിലൊന്നും പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ സ്വീകരിക്കണമെന്നില്ല. എന്നാൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നബി തങ്ങളുടെ ദുആകൾ മസ്മൂഅത്തും മുസ്തജാബ, അത് ഉത്തരം നൽകപ്പെടുന്നതാണ്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം എന്നൊരു തഫ്സീറും ഇതിനിക്കുണ്ട്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, നേരത്തെ നമ്മൾ പറഞ്ഞ മുനാഫിക്കീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു. ഖദ് യഅലമുല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല അറിയുന്നുണ്ട്, അല്ലദീന, യാതൊരു മുനാഫിക്കീങ്ങളെ. എങ്ങനത്തെ ആളുകളാ? യതസല്ലലൂന, അവർ ഊരിപ്പോവുകയാണ്, മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അവര് മെല്ലെ ഒഴിഞ്ഞു മാറുകയാണ്, പതിയെ പതിയെ പങ്ങി പങ്ങി ഒഴിഞ്ഞു പോവുകയാണ്. ലിവാദൻ,
മറഞ്ഞുകൊണ്ട്, അതിനാളെ പതുങ്ങിയിട്ട് എന്നൊക്കെ പറയാം, പങ്ങിയിട്ട് മെല്ലെ മെല്ലെ ഊരിപ്പോകുന്ന ആളുകൾ. യഖ്റുജൂന മിനൽ മസ്ജിദി ഫിൽ ഖുതുബ, ഖുതുബയുടെ ഇടയിൽ പള്ളിയിൽ നിന്നും പുറത്തു ചാടുന്ന ആളുകൾ. മിൻ ഗൈരി ഇസ്തിഅ്ദാനിൻ, നബി തങ്ങളുടെ സമ്മതം ചോദിക്കാതെ പുറത്തു ചാടുന്ന ആളുകൾ. ഖുഫ്യതൻ, ആരും കാണാതെ രഹസ്യമായിട്ട്. മുസ്തതിരീന ബിശൈഇൻ, ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ട് മറ പിടിച്ചിട്ട്, അഥവാ പതുങ്ങിയിട്ട്, പമ്മിയിട്ട് ആരും കാണാതെ പതിയെ പള്ളിയിൽ നിന്നും കുറച്ചീച്ചായിട്ട് ഇങ്ങനെ ഊരിപ്പോകുന്ന, മുങ്ങിപ്പോകുന്ന, പുറത്ത് ചാടുന്ന ആളുകളുണ്ടല്ലോ, അവരെ തീർച്ചയായും അല്ലാഹു തആല അറിയുന്നുണ്ട്. വഖദ് ലിത്തഹ്ഖീഖി, ഖദ് യഅലമു എന്ന ഖദ് തഹ്ഖീഖ് നിക്ക. സാധാരണ ഖദ് മാദിയായ ഫീൽ പ്രവേശിക്കുമ്പോഴാണ് തീർച്ചയായും എന്ന തഹ്ഖീഖിന്റെ അർത്ഥം വരിക. മുളാരിയിൽ വരുമ്പോൾ ഖദ് നിക്ക് തഖ്ലീലിന്റെ മാനയാണ് ചിലപ്പോൾ എന്ന അർത്ഥത്തിൽ നിക്കാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ തഹ്ഖീഖ് നിക്കാൻ. അതുകൊണ്ട് ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, ഫല്യഹ്ദർ, സൂക്ഷിക്കട്ടെ, പേടിക്കട്ടെ. അല്ലദീന, ഒരുത്തര്. എങ്ങനത്തെ ഒരുത്തര്? യുഖാലിഫൂന അൻ അംരിഹി ഐ അല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന, അതിനോട് മുഖാലഫത്ത് കാണിക്കുന്ന ആളുകൾ പേടിക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്നകൾ എത്തുന്നതിനെ, ഫിത്ന എന്ന് പറഞ്ഞാൽ ബലാകളും മുസീബത്തുകളും എത്തുന്നതിനെ അവർ പേടിക്കട്ടെ. നബി തങ്ങളുടെ സമ്മതമില്ലാതെ എങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് വല്ല ഗുരുത്തക്കേടും മുസീബത്തുകളൊക്കെ എത്തുന്നതിന് അവർ പേടിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീമുൻ ഫിൽ ആഖിറ, ആഖിറത്തിൽ വേദനാജനകമായ ശിക്ഷ, അദാബ് അവർക്ക് എത്തലിനെ അവർ പേടിക്കട്ടെ. അലാ, അറിയണം, ഹർഫു തംബീഹാണല്ലോ, ഉണർത്തുകയാണ്. ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, നിശ്ചയം അല്ലാഹു തആലാക്ക് മാത്രമുള്ളതാണ്. മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള സർവ്വതും അല്ലാഹുവിനിക്ക് മാത്രമുള്ളതാണ്. മുൽക്കൻ വഖൽഖൻ വഅബീദൻ, അതിന്റെ അധികാരവും, വഖൽഖൻ അതിന്റെ സൃഷ്ടിപ്പാലും, വഅബീദൻ അതിന്റെ അടിമത്തത്താലും. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, യജമാനൻ അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിന്റെ അബുദുകളാണ്. എല്ലാത്തിന്റെയും ഖാലിഖ് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂക്കാണ്. എല്ലാത്തിന്റെയും മാലിക്കും മലിക്കും, രാജാവും ഉടമസ്ഥനും അള്ളാഹുവാണ്. അള്ളാഹു പടച്ച, അള്ളാഹു തആലാന്റെ ഉടമസ്ഥതയിലുള്ള, അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള, അള്ളാഹുവിന് വിധേയപ്പെട്ട് അടിമത്തത്തിൽ കഴിയുന്ന ഈ വസ്തുക്കൾ മുഴുവൻ അള്ളാഹുവിന് ഇഷ്ടം പോലെ ചെയ്യാം. ആർക്കും ഒന്നും ചോദിക്കാനും പറയാനും അധികാരമില്ല. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഖദ് യഅലമു, നിശ്ചയം അള്ളാഹു അറിയുന്നുണ്ട്. മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊന്നിന്റെ മേലാണോ അത് അള്ളാഹു തആല അറിയുന്നുണ്ട്. അയ്യുഹൽ മുക്കല്ലഫൂന, മുക്കല്ലഫീങ്ങളെ, പ്രായപൂർത്തിയും ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾ ഏതൊന്നിന്റെ മേലാണോ, ഏതൊരു വിശ്വാസത്തിന്റെ മേലാണ്, ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ മേലാണ് എന്നതൊക്കെ അള്ളാഹു തആലാക്ക് ശരിക്കറിയാം. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇതെല്ലാം സംവിധാനിച്ചവൻ അള്ളാഹുവാണ്, പടച്ചത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു തആലാക്ക് അവന്റെ പടപ്പുകളെ പറ്റിയിട്ട് ശരിക്ക് ധാരണയുണ്ട്. നിങ്ങൾ ഈമാന്റെ ഉള്ളില്, ഈമാനെ പുറത്ത് കാണിച്ച് നിഫാക്ക്, കുഫറിനെ മറച്ചു വെക്കുന്ന സ്വഭാവമൊക്കെ അള്ളാഹു തആല അറിയുന്നുണ്ട്. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ അള്ളാഹു തആലാക്ക് അറിയാം. മാ അൻതും അലൈഹി മിനൽ ഈമാനി വൻ നിഫാക്കി, നിങ്ങൾ ഏതൊരു വിശ്വാസത്തിന്റെ മേല, ഈമാനിലാണോ നിഫാക്കിലാണോ എന്നൊക്കെ അള്ളാഹു തആല അറിയുന്നുണ്ട്. വയഅലമു, അള്ളാഹു തആല അറിയുന്നവനാണ്. യൗമ യുർജഊന ഇലൈഹി, യൗമ യുർജഊന, അവരെ മടക്കപ്പെടുന്ന നാളിനെ, ഇലൈഹി അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ നാളിനെ കുറിച്ച് അള്ളാഹു തആലാക്ക് അറിയാം. ഫിഹി ഇൽതിഫാത്തുൻ അനിൽ ഖിതാബി, ഖിതാബിനെ തൊട്ട് ഇൽതിഫാത്ത് ഈ ആയത്തിലുണ്ട്. ആ നാളിനെ അവനിക്കറിയുമെന്ന് പറഞ്ഞാൽ ഐ മതായക്കുനു, ആ നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നതൊക്കെ അള്ളാഹു തആലാക്ക് ശരിക്കറിയാം. ഫയുനബ്ബിഉഹും, ആ റബ്ബ് അവർക്ക് വിവരിച്ചു കൊടുക്കും, അറിയിച്ചു കൊടുക്കും. ഫിഹി, ആ നാളിൽ, ബിമാ അമിലു, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ, മിനൽ ഖൈരി വശർരി, ഷർറും ഖൈറുമായ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു തആല അവർക്ക് അറിയിച്ചു കൊടുക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ മിൻ അഅമാലിഹിം, അള്ളാഹു തആല ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും, എല്ലാ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മിൻ അഅമാലിഹിം, മനുഷ്യർ ചെയ്യുന്ന അമലുകളാലും വഗൈരിഹ, അതല്ലാത്ത കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചും അലീമുൻ, ശരിക്കറിയുന്നവനാണ്. ഇൽത്തിഫാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫിഹി ഇൽത്തിഫാത്തുൻ അനിൽ ഖിതാബി, അറിയാലോ, പല ആയത്തുകളിലും വന്നു. ഖദ് യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊന്നിന്റെ മേലാണോ ഉള്ളത് ആ ഒരു വിശ്വാസത്തെ അല്ലാഹു തആലാക്ക് അറിയാം. നിങ്ങൾ എന്ന് ഖിതാബായിട്ടാണ് പറഞ്ഞിരുന്നത്. ആ ശൈലിയിൽ തന്നെ പോരുമ്പോൾ എങ്ങനെ പറയണം?
വയൗമ തുർജഉന നിങ്ങളെ മടക്കപ്പെടുന്നത്, ഫയുനബ്ബിഉക്കും നിങ്ങൾക്ക് അറിയിച്ചരും എന്നൊക്കെയാണ് പറയപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അല്ലാഹു തആല അൻതും എന്ന് ഖിതാബ് പറഞ്ഞിട്ട് ആ ഖിതാബിന്റെ ശൈലിയിൽ തന്നെ മുഖാത്തബത്തിന്റെ സിയ കൊണ്ടുവരാതെ ഗൈബത്തിന്റെ സിയയിലേക്ക് ട്രാക്ക് മാറ്റി. ഇതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. അതൊന്ന് ഉണർത്താൻ, നിങ്ങൾ എന്ന് പറഞ്ഞു പോന്നിരുന്നത് പെട്ടെന്ന് അവർ എന്നതിലേക്ക് മാറി. അതെന്താ കാരണം? ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക. ഓക്കെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിഫാഖിനെ തൊട്ടും കുഫറിനെ തൊട്ടും ബിദ്അത്തിനെ തൊട്ടൊക്കെ നമ്മയും വേണ്ടപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ. പരിപൂർണ ഈമാനോടുകൂടെ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു തആല ജീവിപ്പിച്ച് ആ ഈമാന്റെ മേൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.